ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുത്തിനെ പൊക്കിക്കൊണ്ടുവരാനും ചവിട്ടി താഴേക്കിടാനും നമ്മള് മലയാളികളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി ആളുകൾ. ഇപ്പൊ റീസെന്റ് ആയിട്ട് വൈറലായ രണ്ട് വ്യക്തികളാണ് പ്ലാവഡിയിൽ ബ്രദേഴ്സ്. അഭിലാഷ് പ്ലാവഡിയിൽ, ഇതാണ് ഇവരുടെ ഒരു അക്കൗണ്ട്. ഏകദേശം 4,73,000 ഫോളോവേഴ്സ് ഇവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ കിട്ടിയിട്ടുണ്ട്. ഇതും വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ടാണ് ഈ ഒരു ഫോളോവേഴ്സ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത്. ഭയങ്കര നിഷ്കളങ്കമായിട്ടുള്ള വീഡിയോസ് ആണ് ഇവരിടുന്നത്. ഇവർക്കൊരു കനാലുണ്ട്, കനാലിൽ പോയി കുളിക്കുന്നതും കനാലിലിരുന്ന് ഫുഡ് കഴിക്കുന്നതും ഒക്കെയാണ് ഇവരുടെ കണ്ടന്റ്. ഇവരെങ്ങനെ പെട്ടെന്ന് ഫേമസ് ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പെട്ടെന്ന് ഫേമസ് ആയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇവരുടെ ഒരു പ്രൊഫൈൽ എടുത്ത് നോക്കുവാണെങ്കിൽ ഏകദേശം 2066 പോസ്റ്റ് ഇവർ ഇട്ടിട്ടുണ്ട്. 2066 പോസ്റ്റ് ഇട്ടിട്ട് ഏതോ ഒരു പോയിന്റിൽ ഇപ്പോ എത്തിയപ്പോൾ അവർക്ക് ഒരു എക്സ്പോഷർ കിട്ടി. അന്നേരം അങ്ങനെയാണ് ഇവർ ഫേമസ് ആയത്. ഫേമസ് ആയതിന്റെ മെയിൻ റീസൺ എന്താണ്? ഇപ്പം കുത്തും കൊലയും വെട്ടും ഒക്കെയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നിന്ന് വളരെ ചിരിച്ചുകൊണ്ട് വളരെ നിഷ്കളങ്കമായ രണ്ട് വ്യക്തികളെ കണ്ടപ്പോൾ ആളുകൾക്ക് അങ്ങോട്ടൊരു അട്രാക്ഷൻ കൂടി, അവരിലേക്ക് കോൺസെൻട്രേഷൻ കൂടി. അങ്ങനെയാണ് ഇവർ ഫേമസ് ആയി വന്നത്. ഇവരുടെ 1-2 വീഡിയോ കാണാം, എന്നിട്ട് ഞാൻ പറയാം എന്തുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈ ഒരു കണ്ടന്റ് പറയുന്നു എന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊക്കിക്കൊണ്ട് വരാൻ നമുക്കറിയാമെങ്കിൽ ചവിട്ടി താഴ്ത്താനും അറിയാം. അങ്ങനെ ഇവര് ഏറിപ്പോകാൻ സമയമായിട്ടുണ്ട്. ഏറിപ്പോയതിന്റെ കാര്യവും കാരണങ്ങളും ഞാൻ പറയാം. ആദ്യം നമുക്ക് ഇവരുടെ 1-2 വീഡിയോസ് കാണാം, അതായത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഐഡിയ കിട്ടും ഇവരെന്താണ് എങ്ങനെയാണെന്ന്. ഇത് 4.9 മില്യൺ ആൾക്കാർ കണ്ട വീഡിയോ ആണ്. ചിക്കൻ ബിരിയാണി അപ്പൊ ഗൈസ് നമ്മളിത് കനാലിലെ വെള്ളത്തിരുന്ന് ബിരിയാണി കഴിക്കാണ്. ഇതൊക്കെ ഒരു വെറൈറ്റി അല്ലേ ഗൈസ്? അപ്പൊ നമുക്ക് ഈ ബിരിയാണി കഴിക്കാൻ ഒരാള് ഞങ്ങളുടെ ഒരു ആരാധകൻ പൈസ സ്പോൺസർ ചെയ്താണ്. നല്ല അടിപൊളി ബിരിയാണി, ഒരു രക്ഷയില്ല ഗൈസ്, തീരെ ടേസ്റ്റ്, അടിപൊളി, അടിച്ചു പൊളിക്കും, മാക്സിമം ജീവിതം അടിച്ചു പൊളിക്കും. ഓക്കെ ഗൈസ്, അപ്പൊ ഇത്രയുള്ള ഇവരുടെ വീഡിയോ. വലിയ കുന്തവും കുറച്ചൊക്കെ സെറ്റപ്പ് ഉള്ള പരിപാടിയൊന്നുമല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനം. ഇതുപോലെ തന്നെ വെള്ളത്തിൽ കിടന്ന് കുളിക്കുന്ന, കനാലിൽ കിടന്ന് കുളിക്കുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് എടുത്തത്. ഭയങ്കര നിഷ്കളങ്കമായി ഇന്നത്തെ കാലത്ത് സെല്ല് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ നിഷ്കളങ്കത എന്ന് പറയുന്നത്. ഞാൻ ഇവരെ കുറ്റപ്പെടുത്തി പറയുമല്ല, പക്ഷെ നിഷ്കളങ്കത ഇല്ലാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അന്നേരം നിഷ്കളങ്കമായിട്ടുള്ള ആളുകളെ കാണുമ്പോഴത്തേക്ക് നമുക്ക് അവരോട് അട്രാക്ഷൻ കൂടി തോന്നുകയും ഒരു അങ്ങോട്ട് കുറച്ച് ഫോക്കസ് പോകാറുണ്ട്. അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇവരുടെ ഈ ഒരു ചാനൽ. ഭയങ്കര നിഷ്കളങ്കമായിട്ടാണ് ഇവർ വീഡിയോ ചെയ്യുന്നത്. ഇവരുടെ 9 മില്യൺ കേറിയ ഒരു വീഡിയോ ഞാൻ കാണിക്കാതെ. ഹലോ ഗായ്സ്, അപ്പൊ നമ്മള് കനാലിലേക്ക് ഇറങ്ങുവാണ്. ഇന്ന് കനാലിൽ നിറച്ച് വെള്ളമുണ്ട്. നേരത്തെ കാലം കൊടുത്തു. അയ്യോ, പച്ചമാങ്ങ മേടിച്ചോ? ഇല്ല, മേടിച്ചില്ല. മേടിക്കണോ? മേടിക്കണ്ട, രസമില്ല. അപ്പൊ ചായക്കുള്ള കടി നമുക്ക്, അതെ, പേപ്പർ കൊണ്ട് ഞങ്ങള് വെള്ളം ഉണ്ടാക്കുവാണ്. ഏതാണ്ട് പരിപോടൊക്കെ ഇല്ല, അത് ഇവിടെ വെച്ചതില്ല. ഓക്കെ ഗായ്സ്, സംഭവം ഇത്രയേ ഉള്ളൂ ഗൈസ്. വളരെ വളരെ സിമ്പിൾ സാധനം. ഇതിന്റെ കമന്റ് സെക്ഷൻ ഞാൻ ഒന്ന് വായിക്കാം, എന്നിട്ട് ഇപ്പൊ വരുന്ന കമന്റ് സെക്ഷൻ ഞാൻ പിന്നീട് വായിക്കും. ഇതിന്റെ കമന്റ് സെക്ഷൻ ഭയങ്കര പോസിറ്റീവ് സാധനമാണ്. ഏകദേശം 7,000 പരം കമന്റ്സ് വന്നിട്ടുണ്ട്. 2025 ലൈഫ് എൻജോയ് ചെയ്യുന്ന ഇവന്മാർ മാത്രമാണ് ശരിക്കും ഇവന്മാരുടെ ചില വീഡിയോസ് നൊക്ലാഞ്ചിയ തരും. ഇവർ ഹാപ്പി ആയി ഇരിക്കട്ടെ, ഇവന്റെ ലൈഫാണ് ലൈഫ്, എന്തായാലും ഒക്കെ ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കൂ, ടെൻഷൻ ഫ്രീ ലൈഫ്, ദേ ആർ ഹാപ്പി. ആദ്യമായിട്ടാണ് ഒരു കമന്റ് ബോക്സ് വായിച്ചിട്ട് സന്തോഷം തോന്നുന്നത്. ഇനി അങ്ങോട്ട് മൊത്തം കരച്ചിലായിരിക്കും. ഇങ്ങനെ നാട് കാണിച്ച് കൊതിപ്പിക്കല്ലേടാ. ഹാപ്പി ലൈഫ്, അച്ചോടാ എന്താ ലൈഫ്. സോ ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഇവരുടെ ജീവിതം കണ്ട് കൊതിയാവുന്ന തരത്തിലുള്ള കമന്റ്സ് ആണ് ഇതിന്റെ അടി വന്നോണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത് കൂടാതെ ഇവർക്ക് വേറൊരു പരിപാടിയും കൂടെ ഉണ്ട്, ബർത്ത്ഡേ പരിപാടി. ബർത്ത്ഡേ പരിപാടിയുടെ വീഡിയോസ് കാണിച്ചു തരാം. നാട്ടുകാരെ ഓടി വരൂ, ഇന്ന് ഓസ്ട്രേലിയയിൽ ആഘോഷത്തിന്റെ രാവാണ്. തൊടുപുഴയിലെ പൂവാല ശല്യത്തിന് അറുതി വരുത്തിക്കൊണ്ട് ഓസ്ട്രേലിയയിലേക്ക് ചേക്കേറിയ പെൺകുട്ടികളുടെ രോമാഞ്ചവും കണ്ണിനുണ്ണിയുമായി TG എന്നറിയപ്പെടുന്ന ജോർജിന്റെ പിറന്നാളാണിന്ന്. ഏവരും ആഹ്ലാദിപ്പീൻ. അപ്പോൾ നമ്മുടെ TG എന്നറിയപ്പെടുന്ന ജോർജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നാട്ടിൽ അവനൊരു വില്ലാളി വീരനാണെങ്കിൽ ഓസ്ട്രേലിയയിൽ അവനൊരു കില്ലാടിയാണ്. സുന്ദരനാണ്, സുമുഖനാണ്, ഏവർക്കും പ്രിയങ്കരനുമാണ്, പെൺകുട്ടികളുടെ കണ്ണിലുണ്ണിയുമാണ്. അപ്പോൾ ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന TG എന്നറിയപ്പെടുന്ന ഓസ്ട്രേലിയയുടെ കണ്ണിലുണ്ണിയായ ജോർജിന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ 1000 പിറന്നാൾ ആശംസകൾ നേർന്നുകൊള്ളുന്നു.
സംഭവം ഓരോരുത്തർ ഫോട്ടോയും ഈ ഒരു സ്ക്രിപ്റ്റും അയച്ചു കൊടുക്കും. അന്നേരം ഇവർ ഇങ്ങനെ ചെണ്ടയെ കൊട്ടി വിളംബരം ചെയ്ത് വന്നിട്ട് ഇവർക്ക് പിറന്നാൾ ആശംസകൾ നേരുന്ന ഒരു കലാപരിപാടിയാണ് ഗൈസ്. ഇവരുടെ പ്രൊഫൈൽ എടുത്ത് നോക്കുവാണെങ്കിൽ ശരിക്കും ഇതുപോലുള്ള സാധനങ്ങൾ കിടപ്പുണ്ടാണ്. ഇതെല്ലാം ഈ ഹാപ്പി ബർത്ത്ഡേ എഴുതിയേക്കുന്ന എല്ലാം ഇതുപോലെ പിറന്നാൾ ആശംസകളുടെ കലാപരിപാടികളാണ്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ വൈറലാകുമ്പോഴത്തേക്കും ഒരുപാട് മീഡിയാസ് ഇവരെ തേടി വരും. ഒരുപാട് മീഡിയാസ് ഇങ്ങനെ തേടി വരികയും ഏതോ ഒരു മീഡിയയിൽ വന്നിട്ട് ഇവർ പറയുന്നുണ്ടായിരുന്നു ഇവർ കുഴിമന്തി കഴിച്ചിട്ടില്ല, ട്രെയിനിൽ കയറിയിട്ടില്ല. അങ്ങനെ അതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് മലയാളികൾക്ക് ഭയങ്കര അയ്യോ ഇപ്പോഴും കുഴിമന്തി കഴിക്കാത്ത, ട്രെയിനിൽ കയറാത്ത, എനിക്ക് തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ടില്ലെന്നും പറയുന്നുണ്ടെന്ന് തോന്നുന്നു. അതായത് ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ആളുകൾ ഉണ്ടോ എന്നും സംശയമാണ്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓൺലൈൻ മീഡിയ വന്നിട്ട് ഇവരുടെ ഒരു ഇന്റർവ്യൂ എടുത്ത് ഇന്റർവ്യൂവിനകത്ത് ചെറിയൊരു കാര്യം ഇവർ പറയുന്നു. ആ പറഞ്ഞതിനകത്ത് ആളുകൾ കയറി പിടിച്ച് ഞാൻ ആ പറഞ്ഞ കാര്യം ഒന്ന് വെക്കാം. പ്ലാവഡിയിൽ ബ്രദേഴ്സ് റേറ്റ് ഒക്കെ കൂടുതലായിട്ട് ചോദിച്ചു തുടങ്ങിയ കാരണം ഈ സെലിബ്രിറ്റീസ് ആയല്ലോ. അങ്ങനെയൊന്നുമില്ല, ഞങ്ങളിപ്പോ പഴയ റേറ്റ് തന്നെ. അങ്ങനെയൊന്നുമില്ല, ബർത്ത്ഡേ വിഷസിന് ഇപ്പൊ 2000 രൂപയിൽ കൂടുതൽ വാങ്ങിക്കുന്നത് എങ്ങനെയാ? അത് എല്ലാരും 2000 തരുമൊന്നുമില്ല, 1000 രൂപയൊക്കെ വെച്ച് ചിലര് 2500 ഒക്കെ, ചില ആൾക്കാർ, ചിലർ ചുരുക്കം മാത്രം അവര് 2500 ഒക്കെ. ചിലപ്പോ അവര് 2000 രൂപ എന്ന് പറയുമ്പോ അവര് 2500 ഒക്കെ തന്നിട്ടുണ്ട്. ചിലപ്പോ അല്ലേ പിന്നെ എടുത്ത ഷോട്ട് തെറ്റിപ്പോയി കഴിഞ്ഞാൽ അവര് പറയും അയ്യോ ഇത് കുറച്ചുകൂടെ ശരിയാവണ്ടല്ലോ, ഒന്നോടെ എടുക്കാവോ പ്ലീസ്. എന്നാൽ ഞാൻ പറയാം അയ്യോ സമയമില്ലല്ലോ എന്ന് പറയും, ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവോന്ന് ചോദിക്കും. അപ്പം പ്ലാവഡി ബ്രദേഴ്സിന്റെ ഒരു ബർത്ത്ഡേ വിഷിന് 2000 രൂപ. ഇനിയുള്ള കമന്റ് സെക്ഷൻ ഞാൻ കാണിക്കാം. 2000 അതിനുള്ളതുണ്ടോ? കനാലിൽ നിന്ന് എയറിലേക്ക് മൈരെ എനിക്ക് 50 താ, ഞാൻ സ്റ്റോറി ഇടാം. എന്തിന് 2000? മൈ മാർ അൺഫോളോഡ്. ഏകദേശം 500 ലൈക്ക് അതിന് വന്നിട്ടുണ്ട്. 2000 കിട്ടിയിട്ടാണോ മകളെ സിനിമ ട്രെയിൻ നിന്റെ മുട്ട എന്നൊക്കെ പറഞ്ഞ് കമന്റ്. അതിന് നേരത്തെ വന്ന സിനിമയും ട്രെയിനിലൊന്നും കണ്ടിട്ടില്ല, കയറിയിട്ടില്ലെന്ന് പറഞ്ഞതിന്റെ അതൊരു സംഭവമാണ്. എല്ലാവരും അൺഫോളോ അടിക്ക്, അവന്റെ കൊണയടിക്ക്. ഈ ഒരു പർട്ടിക്കുലർ വീഡിയോ അടി വന്ന കമന്റ്സ് ആണ് ഞാനിപ്പോൾ വായിച്ചത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ട്. ഇനി ഇവരുടെ ഒരു ബർത്ത്ഡേ വീഡിയോ അടിയിലും ഇതുപോലുള്ള കമന്റ്സ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൂടെ കാണിക്കും. നമ്മൾ നേരത്തെ കണ്ട ബർത്ത്ഡേ വീഡിയോ തന്നെ അതിന്റെ അടിയിലത്തെ കമന്റ് നോക്കാം. ഇതുണ്ടാക്കാനാണ് അവന്മാര് 2000 വെക്കുന്നത്. ഇൻസ്റ്റ തുറക്കാൻ പറ്റില്ല ഇവന്മാര് കാരണം, ഒന്ന് നിർത്തിപ്പോടാ. ഇതിനാണോ ബ്രോ 2000? ഒരു കഴിവുമില്ല, തിന്നും കുടിച്ചും കിടക്കുന്നവന്മാർക്ക് എന്തിനാ ഇത്രയും ഫോളോവേഴ്സും റീച്ചും? പോടാ കനാൽ തൂറി വാണങ്ങളെ. ഈ മൈത്താണ്ടികളുടെ വീഡിയോ ഇൻട്രസ്റ്റ് കൊടുത്തിട്ട് പിന്നെയും വരുന്നത് എങ്ങനെയാവുന്നു പിടിയുമില്ലല്ലോ. ആറാട്ടും പെരേരയും ഉണ്ണിക്കണ്ണനും എല്ലാം കഴിഞ്ഞ് അടുത്ത 2 പുതിയ അപരാധങ്ങൾ. പച്ചത്തെറിയൊക്കെയാണ് ഓരോരുത്തന്മാർ വന്ന് വിളിക്കുന്നത്, കണ്ടില്ലേ? ബുദ്ധിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സോ കട്ട നെഗറ്റീവ് സാധനമാണ് ആ ഒരു പർട്ടിക്കുലർ വീഡിയോയ്ക്ക് ശേഷം ഇവരുടെ അക്കൗണ്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അറിഞ്ഞോ, നിങ്ങൾ അറിഞ്ഞോ? പെരുങ്ങോട്ടുകാരുടെ മണിമുത്ത് റംനാസിന്റെ ജന്മദിനം. ആഘോഷിക്കൂ, ആശീർവദിക്കൂ. ആശീർവാദത്തിന് ഒരാരും പൂച്ചെണ്ടുകൾ അർപ്പിക്കുക. റംനാസിന് വേണ്ടി നമുക്ക് കേക്ക് മുറിച്ചാലോ? എന്നാ വരിക. കേക്ക് മുറിക്കണം മോനെ. ഹാപ്പി ജന്മദിനം റംനാസിന്റെ ജന്മദിനം. ഹാപ്പി ജന്മദിനം റംനാസിന്റെ ജന്മദിനം. പെരുങ്ങോട്ടുകാരിയുടെ മണിമുത്ത് റംനാസിന് ജന്മദിനാശംസകൾ നേരുന്നു. ഈ അമ്പാറ്റ. ഇതിന്റെ എല്ലാ കമന്റ് സെക്ഷനും നല്ല കട്ട നെഗറ്റീവ് ആണ്. ഡിസ്ലൈക്ക് ബട്ടൺ എന്നൊക്കെ പറഞ്ഞ് 7000 ചില്ലാനും ലൈക്ക് വരെ വന്നിട്ടുണ്ട്. എനിക്ക് ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ, ഇതിനകത്ത് ഇവരെ തെറി വിളിച്ചിട്ട് എന്താണ് കാര്യം? 2000 രൂപ കൊടുത്ത് ഇവർക്ക് വീഡിയോ ഇടാൻ ആളുകൾ ഉണ്ടെങ്കിൽ അവരെ തെറി വിളിച്ചിട്ട് കാര്യമില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഏകദേശം 4,73,000 ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻസ്റ്റാഗ്രാം ഐ ഡി ആണത്. ഇതിനകത്ത് വരുന്ന വ്യൂവർഷിപ്പ് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും 8,28,000, 4 മില്യൺ. എന്താ പറയാ, ബർത്ത്ഡേ ഇടയ്ക്ക് നമ്മൾ ബർത്ത്ഡേ മാത്രം പറയാം. 9,69,000, 9,32,000, 6,53,000, 5,48,000. ഇത്രയും ലക്ഷക്കണക്കിന് വ്യൂവർഷിപ്പ് ആണ് ഈ ഒരു വീഡിയോ അടി വരുന്നത്. 2000 രൂപയ്ക്ക് ഇത്രയും വ്യൂവർഷിപ്പ് ഒരു സാധനത്തിനും നമുക്ക് കിട്ടത്തില്ല. നിങ്ങൾ ആഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ ആഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റ റീല് പ്രൊമോട്ട് ചെയ്യുന്ന കുറച്ച് ആളുകളിലോട്ട് എത്തിക്കാൻ വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ മനസ്സിലാവും നിങ്ങളുടെ ഒരു ഫേസ് അതിന് എത്ര പൈസ കൊടുക്കണമെന്ന്. ഇത്രയും വ്യൂവർഷിപ്പ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഓൾമോസ്റ്റ് 5 ലക്ഷം അല്ലെങ്കിൽ 6 ലക്ഷം ആവറേജ് വ്യൂവർഷിപ്പ് വരുന്നുണ്ട്. അത്രയും വ്യൂവർഷിപ്പിന് 2000 രൂപ അത് കുറവാണെന്നേ ഞാൻ പറയത്തുള്ളൂ. സീരിയസ്ലി കുറവാണത്. പിന്നെ ഇവര് കാണിക്കുന്ന ആ ഒരു മെത്തേഡും കാര്യങ്ങളും ചെണ്ട കൊട്ടിലും എന്താ പറയാ, വളരെ അവർക്ക് അതേ അറിയത്തുള്ളൂ. അത് വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. ഇവരെ ഈ ഒരു ലെവലിലോട്ട് എത്തിച്ചു തരാനാണ് നമ്മൾ മലയാളികൾ തന്നെയാണ്. എന്നിട്ട് അവന്മാരെ ഇപ്പൊ പോയിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഒരു ഇന്റർവ്യൂവർ വന്നിട്ട് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴത്തേക്ക് അവര് നിഷ്കളങ്കമായിട്ട് അവർ വന്നിട്ട് പറഞ്ഞു ഇപ്പൊ
2000 രൂപ കിട്ടുന്നുള്ളൂ എന്നുള്ള തരത്തിൽ പറഞ്ഞു. സത്യം പറഞ്ഞ ഇതുപോലത്തേക്കുള്ള ഒരു പ്രൊഫൈലൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ആഡൊക്കെ ചെയ്യുകയാണെങ്കിൽ എത്ര 1000 രൂപ കിട്ടുമെന്ന് നിങ്ങൾക്ക് അറിയോ? 1000 രൂപ കിട്ടുമോ ഈ ഒരു വ്യൂവർഷിപ്പിന്? ഇപ്പൊ ഷംനാസ് 2000 രൂപ എടുത്ത് ഷംനാസിന്റെ ബർത്ത്ഡേ വീഡിയോ ചെയ്ത സമയത്ത് ഷംനാസിന്റെ ഫോട്ടോ 6-7 ലക്ഷം പേര് കണ്ട്. 2000 രൂപയ്ക്ക് എവിടെയും ആ ഒരു ഫോട്ടോ ഇത്രയും സർക്കുലേറ്റ് ആവൂല. അതാണ്, ദാറ്റ് ഈസ് ബിസിനസ്. പിന്നെ മാത്രമല്ല ഇവരുടെ അക്കൗണ്ട് ഒക്കെ നോക്കുവാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലായി. ഇവർ കുറെ ഇങ്ങനെ പോസ്റ്റ് ഒക്കെ ഇടാറുണ്ട്. ഇവരിങ്ങനെ ചോദിക്കാറുണ്ട് നമ്മൾ പൈസ കൂടുതൽ മേടിക്കണമെന്നൊക്കെ. ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാം. ആണ്ട് ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങൾക്ക് കയറി 2 ലക്ഷം ഫോളോവേഴ്സ് ആണെന്ന് പറഞ്ഞ് ആ 6 ഡേയ്സ് മുമ്പ് ഇട്ട ഒരു പോസ്റ്റ് ആണ്. 24 ന്യൂസ് വരെ ഇവരുടെ ഇത് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവര് മാർച്ച് 5 ഇട്ട പോസ്റ്റ് ആണ്. ഏകദേശം ആ സമയത്ത് 75,000 ഫോളോവേഴ്സ് എന്താ ഉണ്ടായിരുന്നുള്ളൂ. പ്രൊമോഷൻ വീഡിയോസിന് ഞങ്ങൾ എത്ര രൂപ വാങ്ങണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം, ഒരിക്കൽ കൂടി ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരുടെ ചോദിക്കുന്ന ഒരു പോസ്റ്റാണ്. 10K വെച്ച് വാങ്ങിക്കോ, കനാലിൽ നിന്നുള്ള വീഡിയോ ആണെങ്കിൽ 15,000 വാങ്ങണം. പ്രൊമോഷൻ ഒക്കെ ചെയ്യുമ്പോൾ നല്ലതാണ്, നോക്കി ചെയ്യുക. അല്ലാതെ ഗെയിം കളിച്ച് പൈസ ഉണ്ടാക്കുന്ന നിങ്ങളെ റേഞ്ച് വെച്ചിട്ട് ലക്ഷങ്ങൾ വാങ്ങേണ്ടി വരും, മിനിമം 500. സോ അങ്ങനെ തമാശയായിട്ടും വളരെ കാര്യമായിട്ടൊക്കെ ആ സമയത്ത് ആൾക്കാർ റിയാക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു റീച്ച് കിട്ടുന്ന സമയത്ത് ഒരു കണ്ണുകടി ആർക്കാണെങ്കിലും ഉണ്ടാവുമല്ലോ. ആൾക്കാർക്ക് സൂചിക്കത്തില്ല ഇവന്മാർക്ക് എന്ത് കണ്ടിട്ടാണ് ഈ റീച്ച് എന്നുള്ള തരത്തിൽ ആൾക്കാർക്ക് ചോദ്യം ചോദിക്കും. അത് സ്വാഭാവികമാണ്, നമ്മുടെ ഒരു രീതി അങ്ങനെയാണല്ലോ. ആദ്യം ഉയർത്തിക്കൊണ്ടുവരും, എന്നിട്ട് മേളിൽ എത്തിയിട്ട് പിടിച്ച് താഴെ ഇടും. അത് തന്നെയാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്റെ പല വീഡിയോയിലും കിട്ടിയിട്ടുണ്ട്. എന്തെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു നാക്ക് വഴി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനകത്ത് കയറി പിടിക്കും. നമ്മളൊരു 100 നല്ല പോയിന്റ്സ് പറഞ്ഞിട്ട് അതിനകത്ത് എവിടെങ്കിലും ഒരു മോശം പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞ 100 പോയിന്റും ആളുകൾ നോക്കൂല. നമ്മുടെ വായിന്ന് അബദ്ധം പറ്റിയ ഒരൊറ്റ പോയിന്റ് ആയിരിക്കും കമന്റ് സെക്ഷൻ മൊത്തം അതിനെ പറ്റിയായിരിക്കും സംസാരിക്കണം. അത് അങ്ങനെയാണ് നമ്മുടെ കമന്റ് സെക്ഷന്റെ അൽഗോരിതം വർക്ക് ആവുന്നത്. പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഇപ്പൊ ഇവരുടെ അവസ്ഥയും അങ്ങനെ തന്നെയാണ്. ഇത്രയും നാൾ അതൊക്കെയാണ് ലൈഫ്, സൂപ്പർ ലൈഫ്, എന്ത് ലൈഫ്, ക്രീം ബണ്ണ് മേടിക്കാൻ ഞാൻ പൈസ തരാം, KFC മേടിക്കാൻ, കുഴിമന്തി മേടിക്കാൻ ഞാൻ പൈസ തരാം എന്നൊക്കെ പറഞ്ഞ ടീംസ് ഒക്കെ ഇപ്പൊ വന്നിട്ട് വേണമെങ്കിൽ തെറി വിളിക്കും. ഇവനൊക്കെ എന്തിന് ഇത്ര ഫോളോവേഴ്സ്, 2000 രൂപ മേടിക്കും, എന്നൊക്കെ നാണമില്ലേ? ഈ തരത്തിലുള്ള പച്ചത്തെറികളൊക്കെയാണ് ഒന്ന് വിളിക്കുന്നത്. വൺസ് ഒരു കമന്റ് സെക്ഷൻ നെഗറ്റീവ് കമന്റ്സ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പോസിറ്റീവ് കമന്റ്സിനകത്ത് വരാൻ പാടാണ്. മൊത്തം നെഗറ്റീവ് കമന്റ് ആയിരിക്കും. അങ്ങനെയാണ് ഈ ഒരു കമന്റ് സെക്ഷൻ മൊത്തം വർക്ക് ആവുന്നത്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പേടിച്ചിട്ട് പറയാതിരിക്കുന്നുണ്ടാവും. ഇവന്മാർക്ക് എന്തുകൊണ്ട് ഇത്ര റീച്ച് വരുന്നു എന്ന് ആശങ്കയുള്ള കുറെ ടീംസ് ഉണ്ടാവും. എന്നാൽ ഇവർ ഈ പോസിറ്റീവ് കമന്റ് കാണുമ്പോൾ ഇവരൊന്നും മിണ്ടാതെ അവിടെ ഇരിക്കും. വൺസ് ഇവരുടെ നെഗറ്റീവ് കമന്റ് ഇവരുടെ കമന്റ് സെക്ഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന അന്ന് അടങ്ങിയിരുന്നവന്മാരൊക്കെ തല പൊക്കിക്കൊണ്ട് വരും. ഈ സമയം തക്ക സമയമാണ് പോയി 4 പറയാൻ. അന്നത്തെ ചൊരുക്കും കൂടെ ഈ ഫോളോവേഴ്സ് കൂടുന്നതിൽ കണ്ണടി ഉള്ളവന്മാരോട് വന്ന് ഇങ്ങ് തീർക്കും. ഇതൊക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പിള്ളേരുടെ കാര്യം പരാവരമായിട്ടുണ്ട്. ആ ഒരു ഇന്റർവ്യൂയോട് കൂടി ഇവന്മാർ എന്തായാലും ഏറി പോകുന്ന ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. കൂടുതലൊന്നും പറയാനില്ല ഗൈസ്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. അപ്പൊ ശരിയെങ്കിൽ ബൈ.